അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ സി, വകുപ്പ് 67. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ എല്ലാ പ്രസ്താവനകളും മോൺട്രിയൽ പ്രോട്ടോകോളിനെ സംബന്ധിച്ചുള്ളതാണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവന, ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിൻ്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻ്റാണത്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻ്റാണിത്. 1987 ഇത് ഒപ്പിട്ടത്. ഈ 3 പ്രസ്താവനകളും മോൺട്രിയൽ പ്രോട്ടോകോളിനെ സംബന്ധിച്ചുള്ളതാണ്. താഴെ പറയുന്ന ഹരിത ഗൃഹവാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ വാതകത്തിന്. അതായത് ഇവിടെ കുറച്ച് ഹരിത ഗൃഹവാതകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെല്ലാം വാതകങ്ങളെക്കാട്ടിലും ഗ്ലോബൽ വാർമിംഗ് കുറവുള്ളതാണ് മീഥേൻ വാതകത്തിന് എന്നാണ് ചോദ്യം. ഇതിൽ 1ഉം 2ഉമാണ് ശരി. അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, നൈട്രസ് ഓക്സൈഡ്. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? ഉത്തരം ഇതിലത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻസാണ് ശരിയായ ഉത്തരം. 1 ഫോസ്ഫറസ്, 2 നൈട്രജൻ. താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ നമുക്ക് 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. 4ഉം ശരിയാണ്. 1, 1498 മെയ് മാസത്തിൽ വാസ്കോഡഗാമ കോഴിക്കോടെത്തി. 2, 1500 പെദ്രോ അൽവാറസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. 3, 1502 വാസ്കോഡഗാമ 2ാം തവണ കേരളത്തിലെത്തി. 4, പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയായുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയെയാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം ഓപ്ഷൻ സി, ഡച്ചുകാരെ.